ായ സമയത്ത് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ സഭ കൂടി എല്ലാവരും പിരിഞ്ഞു പോകും, വീണ്ടും സഭ കൂടും. പക്ഷേ ഈ ഒരു കാര്യത്തിന് എന്താണ് ഒരു പോവഴി എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദാ നാരദോ യോഗി പരാനുഗ്രഹകാംക്ഷയ പര്യടന്ന മധ്യലോക എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നാരദ മുനികൾ ഭൂലോകത്തിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നു വരുന്നതായ സമയത്ത് ഈ സൂത പുരാണിക്കർ ശൗനകാദി മഹർഷികളൊക്കെ ഒരുപാട് സന്തോഷമായി. നമ്മൾ എന്തോ ഒരു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു സഭ കൂടിയിട്ടുണ്ട്, ഇതിനൊന്നും ഒരു വഴി നമുക്ക് തേടാൻ പറ്റിയിട്ടില്ല. ഇതിന് തക്കമായ ഒരാള് നമുക്ക് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? നാരദ മുനികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വളരെയധികം സന്തോഷമായി, നാരദ മുനികൾക്കും ഒരുപാട് സന്തോഷമായി. ഇത്രയെല്ലാവരും സന്യാസിമാരെ കാണുമ്പോൾ അവർക്കും വളരെയധികം സന്തോഷമായി. എന്താണ് ഇവിടെ ഒരു സഭ കൂടിയിരിക്കുന്നത് എന്താണെന്ന് ആ നാരദ മുനികൾ ഈ സന്യാസി ശ്രേഷ്ഠന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ ആ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ പറയുന്നുണ്ട്, ഇനി വരുന്നത് കലികാലമാണ്. ആ കലികാലത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനെന്തെങ്കിലും ഒരു വഴി, എന്തെങ്കിലും ഒരു കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നാരദ മുനികളോട് പറയുന്നുണ്ട്, ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൃഷ്ടി സ്ഥിതി വിനാശമായിട്ടുള്ളതായ ഈ 3 ലോകങ്ങളൊക്കെ ഇതിനൊക്കെ നയിച്ചു കൊണ്ടുപോകുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനാണ്. അവരുടെ തന്നെ പോയി നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നാരദ മുനികള് വൈകുണ്ഠത്തിലേക്ക് പോകുന്നുണ്ട്. ആ വൈകുണ്ഠത്തിലേക്ക് പോകുന്നതായ സമയത്തും ആ മഹാവിഷ്ണു പ്രസന്നനായ രീതിയിൽ ആ മഹാവിഷ്ണു അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആ നാരദ മുനികളോട് ആ മഹാവിഷ്ണുവോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മഹാവിഷ്ണുവെ, ഞാൻ വന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോ ഇതെല്ലാം എനിക്കറിയാം, നീ ഇങ്ങനെ വരും, ഇതൊക്കെ സംഭവിക്കുന്നുള്ളത് എനിക്കറിയാം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇതെന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി എന്താണ് വരേണ്ടത്? ഇതിനിപ്പോ മുൻപേ കഴിഞ്ഞത് ഏത് യുഗങ്ങളാണ്? ദ്വാപരയുഗം, ത്രേതായുഗം, ഇതങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാനും ഉണ്ടായിരുന്നു. ഇനിയൊക്കെ ഈ ഭൂലോകത്തില് ജനങ്ങൾക്ക് കഷ്ടങ്ങളൊക്കെ കലിയുഗത്തില് വരാനുള്ളതായ സാധ്യത ഉണ്ട് എന്നുള്ളതും എനിക്കും അറിയാം. പക്ഷേ ആരെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാല് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഉണ്ട്. ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരു സഹായം ചോദിക്കാണ്ട് നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ശത്രുവായിട്ട് മാറും. നമ്മൾ പാവം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 10 കാശ് രൂപ നമുക്ക് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവിടെ എല്ലാം പറയും, ഞാൻ പോയത് ഒരു 5000 രൂപ കിട്ടുന്നതാണ്, അങ്ങനെ 1000 രൂപ തന്നിട്ടുണ്ട്. അത്രയെങ്കിലും തന്നു എന്നല്ല, എന്നിട്ടും അവരെ കുറ്റപ്പെടുത്തിയിട്ട് പോകും. അപ്പോഴും ആ ഭഗവാൻ വിചാരിച്ചു, ഇനി ആരെങ്കിലും ചോദിക്കട്ടെ, ചോദിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാം, നീ വരുന്നുള്ളതും എനിക്കറിയാം, എന്നാ അവിടെ ഇരുന്നോളൂ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിന് എന്തൊക്കെയാണ് നൈവേദ്യങ്ങൾ, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടെ എനിക്ക് പറഞ്ഞു തരണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നാരദ മുനികള് ആ മഹാവിഷ്ണുവിനോട് ചോദിക്കാൻ. അപ്പൊ മഹാവിഷ്ണു പറയാണ്, ഇതില് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് 5 അധ്യായമായിട്ട് ഈ ഒരു പൂജ, സത്യനാരായണ വ്രതകൽപോക്ത പൂജ ആണ് ഇതിന് പേര്. ഇതിൽ ഒരിക്കലിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഇതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്, ചെയ്യുവാണെങ്കിൽ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വ്രതമായിട്ട് അത് എടുക്കുന്നതാണ്. ഈ കുറെ വ്രതങ്ങളൊക്കെ ഉണ്ട്, ശനിയാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, തിങ്കളാഴ്ച വ്രതങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും നോക്കണമെന്ന് പറയും. അതേപോലെ തന്നെ ഒരിക്കലൊക്കെ ഇരുന്നിട്ട് വേണം ഈ പൂജയൊക്കെ ചെയ്യാൻ. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ യസ്മിൻ ദിനേമത്വം ഭക്തി ശ്രദ്ധാസമന്വിത, ഈ പൂജ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, രാവിലെ വേണമെങ്കിലും ചെയ്യാം, ഉച്ച സമയത്തും ചെയ്യാം, സന്ധ്യാസമയത്തും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ മഹാവിഷ്ണു ഈ നാരദ മുനികളോട് പറയുന്നുണ്ട്. പക്ഷെ വേണ്ടത് ഭക്തി ശ്രദ്ധ സമന്വിത, ഭക്തി ശ്രദ്ധ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂജ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് വന്നതിന്റെ കാരണം എന്താന്ന് വെച്ചെങ്കിൽ, ഒരിപ്പോൾ ഗണപതി ഹോമം വൈകുന്നേരം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല, രാവിലെ തന്നെ ചെയ്യണം. പക്ഷെ സുദർശന ഹോമം രാവിലെയും ചെയ്യാം, വൈകുന്നേരം ചെയ്യാം. പക്ഷെ അത് ചിലതൊക്കെ അഭിചാര ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് വേണം, ആവാഹന സമയത്ത് വേണം സുദർശന ഹോമം ചെയ്യാം. അതല്ല നമുക്ക് ശത്രുദോഷത്തിനാണെന്നുണ്ടെങ്കിൽ അത് രാവിലെ ചെയ്യാം. അഘോര ഹോമങ്ങൾ, നവഗ്രഹ ഹോമങ്ങൾ രാവിലെ തന്നെ ചെയ്യണം. മൃത്യുഞ്ജയ ഹോമം രാവിലെ തന്നെ ചെയ്യണം. സന്ധ്യാസമയത്തോ അതായത് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനില്ല. പക്ഷേ സത്യനാരായണ പൂജയിൽ അതൊന്നുമല്ല. ഈ ഭഗവാൻ എല്ലാവരും ഇതിലുണ്ട്. ആദിത്യായ നവഗ്രഹ ഭഗവാനുണ്ട്, മഹാവിഷ്ണുവുണ്ട്, ലക്ഷ്മി ഭഗവതിയുണ്ട്, അങ്ങനെ ബ്രാഹ്മ്യാദി സപ്തമാതൃക്കളുണ്ട്, നക്ഷത്ര ദേവതകളുണ്ട്, ഇന്ദ്രാദി ലോകപാല ദേവന്മാരുണ്ട്. ഒരുപാട് ദേവന്മാരൊക്കെ ഇതിൽ ആവാഹിക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ പൂജ ചെയ്യാന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണു നാരദ മുനികളോട് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും കൂടെ വിസ്തരിച്ച് പറഞ്ഞാലോ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെന്താണ് ഒരു നൈവേദ്യം
ഇങ്ങനെയാണ് നൈവേദ്യം വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ സപാദം എന്ന് പറഞ്ഞിട്ടതായ ഒരു നൈവേദ്യം, ബാക്കിയുള്ള പൂജയുടെ നൈവേദ്യത്തിനേക്കാളും വിശേഷമായ ഒരു പൂജയാണ് സപാദം എന്ന് പറഞ്ഞിട്ട്. സപാദം എന്ന് പറഞ്ഞാൽ ഒരേ അളവിൽ വേണമെന്നാണ്. പണ്ടത്തെ കാലൊക്കെ അതൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് സപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിരുമേനെ ചീത്ത വിളിക്കും. കാരണം വെച്ചെങ്കിൽ അത് വേവില്ല. 1 ലിറ്റർ പാലിന് 1 കിലോന് 1 ലിറ്റർ, അങ്ങനെ ഒരു സപാദം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ അളവിന് വേണം. ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതേ പാത്രത്തിൽ വേണം എല്ലാം. പഞ്ചസാര, പാല്, നെയ്യ് ഇതെല്ലാം കൂടെ ഒരേ അളവിൽ വേണമെന്നാണ്. പക്ഷെ അത് വേവില്ല. പക്ഷെ അതൊക്കെ ഒന്ന് നന്നായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയുള്ളതൊക്കെ അത് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ സപാദം എന്ന് പറയുന്നതായ നൈവേദ്യം എനിക്ക് നിവേദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഓരോരോ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിനു മുൻപേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇത് ചെയ്തിട്ട് ഇവർക്ക് ഫലം കിട്ടിയ ആൾക്കാരുണ്ടോ, ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നിട്ട് എന്തെങ്കിലും അതിന്റെ ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരോ അധ്യായത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ വരുന്നത് ഒരു വൃദ്ധ ബ്രാഹ്മണനായിട്ടുള്ളതായ ഒരു ബ്രാഹ്മണനാണ്. ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്. 10 കുട്ടികൾ, 8 കുട്ടികൾ, 5 കുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ ആ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, 1 അല്ലെങ്കിൽ 2. അത് തന്നെയാണ് കൂടുതലാണെന്നാണ്, അത് തന്നെ കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോ ആ പണ്ടത്തെ കാലത്ത് ആ ദരിദ്രനായ ബ്രാഹ്മണൻ, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നും ആഹാരത്തിന് പോലും ഗതിയില്ല. അദ്ദേഹം തന്നെങ്കിലോ വേദ പണ്ഡിതനാണ്. എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് എല്ലാവരും നമസ്കരിക്കണം, ഭയങ്കര ഭക്തിയോടെ എല്ലാവരും അദ്ദേഹത്തിനെ വിളിക്കുന്നതും അതുപോലെ തന്നെയാണ്. പക്ഷെ ഊണ് കഴിക്കാനും പോലും ഗതിയില്ലാതെ വന്നപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും പോവും, എവിടെയെങ്കിലൊക്കെ പോവും, എന്തെങ്കിലൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആ കുട്ടികളൊക്കെ പോവും. അങ്ങനെ ഒരുപാട് ദിവസങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാണ്ട് വന്നതായ സമയത്ത് ഇനി എന്താണ് ഒരു വഴി എന്ന് വെച്ചിട്ട് ആ വീട്ടുകാരും മക്കളെല്ലാവരും കൂടെ ചോദിച്ചപ്പോൾ ഇനിയൊന്നും നമുക്ക് ഗതിയില്ല, എവിടെയെങ്കിലും പോയിട്ട് ഭിക്ഷാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭിക്ഷാടനത്തിന് പോകും. ഭിക്ഷാടനം പിച്ച എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കാണിച്ചെങ്കിലും ഞാൻ മാത്രമല്ല, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എങ്ങനെയെങ്കിലും ആ ജീവിതം നടന്നിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഭിക്ഷാടനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഭിക്ഷാടനം കിട്ടിയതിന്റെ കാശ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സന്ധ്യാസമയത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ നിത്യ പൂജകളൊക്കെ ജപങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് കിട്ടിയത് കുറച്ചെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിച്ചു പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങളൊക്കെ പോയിട്ടും ഇദ്ദേഹത്തിന് ഒന്നും കിട്ടാണ്ട് വരുന്നതായ സമയത്ത്, രാത്രി വെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാണ്ട് വരുന്നതായ സമയത്ത് ഈ കുട്ടികളാണെന്നുണ്ടെങ്കിലോ വെള്ളം കുടിക്കാണ്ടും ഇവിടെ തന്നെ കരഞ്ഞ് അവിടെ തന്നെ കിടന്നുറങ്ങുവാണ്. അച്ഛനാണെന്നുണ്ടെങ്കിലോ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലോ വളരെയധികം വിഷമായി തുടങ്ങി. അയ്യോ, ആഹാരം പോലും നമുക്ക് കഴിക്കാൻ ഗതിയില്ലാണ്ട് വരുന്നത്, ഭഗവാൻ എന്തിനാണ് നമ്മളെ ഇത്രയ്ക്കും പരീക്ഷിക്കുന്നത്, ഇത് എന്തിനാണെന്ന് വെച്ചപ്പോ ഭഗവാനെ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിലോ വേദാംഗ പാരാംഗതനാണ്. എല്ലാ വിദ്യയും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് പോലും ആരെയും അദ്ദേഹത്തിന് എല്ലാവരും തിരസ്കരിച്ചു കൊണ്ടുവരികയാണ്. എന്നാലും ആഹാരത്തിന് ഗതിയില്ലാണ്ട് വന്നതായ സമയത്ത് എല്ലാ ദിവസം പോകുന്നത് പോലെ ഭിക്ഷാടനത്തിലേക്ക് പോകുന്നതായ സമയത്ത് ഭഗവാൻ ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവനെ പരീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇവനൊന്ന് പ്രത്യക്ഷപ്പെടുന്നതായ രീതിയിൽ അവന്റെ മുമ്പിലേക്ക് ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അതേ ബ്രാഹ്മണന്റെ വേറൊരു രൂപത്തില്, വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തില് വേറൊരു ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണന്റെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഊണ് കഴിക്കാനും വെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാണ്ട് വന്നതായ സമയത്താണ് ഞാൻ ഇങ്ങനെ ഭിക്ഷാടനത്തിലേക്ക് പോകുന്നത്. നമ്മുടെ സമുദായത്തിന് പറഞ്ഞ തന്നെ അല്ല, നമുക്ക് ചീത്ത പേരാണ് ഇത്. പിന്നെ എന്ത് ചെയ്യാൻ, എനിക്ക് ജീവിക്കണം. ഞാൻ മാത്രമല്ല, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവരെല്ലാരും എന്തെങ്കിലും ആഹാരം കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭിക്ഷാടനത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോ ആ വേറൊരു ബ്രാഹ്മണൻ മുമ്പിലിരിക്കുന്നതായ ബ്രാഹ്മണൻ പറയുന്നത്, ഈ കലികാലത്തില് ഏറ്റവും പ്രധാനമായ ഒരു സത്യനാരായണ പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു പൂജയുണ്ട്. ആ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടാർത്ഥ കാര്യങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞപ്പോഴും ആ ബ്രാഹ്മണനോട് പറയുന്നുണ്ട്, എനിക്ക് വെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാത്ത ഞാൻ എങ്ങനെയാണ് പൂജ കഴിക്കാന്ന് പറഞ്ഞപ്പോ ആ ബ്രാഹ്മണൻ പറയുന്നുണ്ട്, എപ്പോഴും മനസ്സാണ് മുഖ്യം, ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് സാധിക്കും എന്ന് മനസ്സിൽ ദൃഢമായ നിശ്ചിത കൊണ്ട് ഞാൻ പൂജ ചെയ്തോളാമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ളതായ എന്താണ് വഴി അതെല്ലാം ഭഗവാൻ തന്നെ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. എങ്ങനെയെങ്കിലും ഈ പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ രാവിലെ തന്നെ ആ ഭിക്ഷാടനത്തിന് പോയതേ ഉള്ളൂ. അപ്പൊ തന്നെ വീട്ടിലേക്ക് വന്നതായ സമയത്ത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. അച്ഛൻ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്, എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും, അച്ഛന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴും ആ കുട്ടികൾ എല്ലാവരും വന്നിട്ട് അച്ഛന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴും അച്ഛൻ പറയുന്നുണ്ട്, എനിക്കും ഇന്നൊന്നും കിട്ടിയില്ല, ഇന്ന് കിട്ടിയത് എന്താന്ന് വെച്ചെങ്കിൽ
എന്നെ പോലെ തന്നെ ഓരോരു ബ്രാഹ്മണൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു സത്യനാരായണ പൂജ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടങ്ങളൊക്കെ ഭഗവാൻ ദൂരീകരിച്ചു കൊടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും ആ കുട്ടികൾ പറയുന്നുണ്ട്, അച്ഛ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് അച്ഛ പൂജ ചെയ്യിക്കാമെന്ന് പറഞ്ഞപ്പോഴും ആ ഭാര്യയും പറയുന്നുണ്ട്, നമുക്ക് ഭഗവാന്റെ അടുത്ത് എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാം, ഭഗവാൻ ഇതിനൊരു വഴി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം രാത്രോ നിദ്രാംന ലബ്ധവാൻ, രാത്രി മുഴുവനും അദ്ദേഹത്തിന് ഉറക്കമില്ല. എങ്ങനെങ്കിലും ഈ സത്യനാരായണ പൂജ ചെയ്യണമെന്ന് മനസ്സിൽ ഇത് തന്നെയാണ്. രാവിലെ എണീച്ചിട്ട് കുളിച്ചു, അദ്ദേഹത്തിന്റെ സന്ധ്യാവന്തനം പാരായണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പോകുന്നത് പോലെ ഇദ്ദേഹത്തിനാണെന്ന് ഇതിൽ പോവാൻ പേടിയാ, ആരെങ്കിലും തരുവോ ഇല്ലയോ എന്ന് ഒന്നും അറിയില്ല. എന്നാലും ആ ഭഗവാന്റെ മുമ്പിലേക്ക് നിന്നിട്ട് വിളക്ക് കത്തിക്കാനും പോലും ഗതിയില്ല. ആ ഭഗവാന്റെ മുമ്പിലേക്ക് നിന്നിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു സത്യനാരായണ പൂജ ചെയ്യണമെന്നുണ്ട്, അതിനു വേണ്ടതായ എല്ലാ ഭാഗ്യങ്ങളും നീ തന്നെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഭിക്ഷാടനത്തിലേക്ക് വേണ്ടിയിട്ട് പോവാണ്. ആ പോകുന്നതായ സമയത്ത് ആരൊക്കെയാണോ 2 ദിവസം മുമ്പെയോ ഒരാഴ്ച മുമ്പേക്കോ ധിഖരിച്ച ആൾക്കാരെ എല്ലാവരും ഈ ബ്രാഹ്മണനെ വിളിച്ചിട്ട് ഈ സത്യനാരായണ പൂജയ്ക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് അതെല്ലാവരും ഓരോരുത്തരായിട്ട് കൊടുത്തു. അപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ സഞ്ചികളില്ല, നിറഞ്ഞു. ഒരാൾക്കാർ തേങ്ങ കൊടുത്തു, അരി കൊടുത്തു, റവ, പഞ്ചസാര, പാല്, ഇതിനെയൊക്കെ വേണ്ടത് എന്തൊക്കെയാണോ വേണ്ടത് ഇദ്ദേഹത്തിന് പുറത്തേക്ക് പോയിട്ട് ഒന്നും നോക്കണ്ട, ഈ പൂജയ്ക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാവരും ഇത് എന്റെ വകയിലിരിക്കട്ടെ എന്റെ വകയിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനൊക്കെ തന്നു കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിലോ ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. അച്ഛൻ്റെ കയ്യിൽ ഇന്ന് കുറച്ച് സാധനങ്ങളുണ്ട്, ഒരുപാട് ദിവസങ്ങളായി മാസങ്ങളായി ഒന്ന് നന്നായിട്ട് കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് നന്നായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴും ആ കുട്ടികളോട് അച്ഛൻ പറയുന്നുണ്ട്, ഇത് തുടരുത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു സ്വാമിനെയൊക്കെ വിളിച്ചിട്ട് ഗംഭീരമായിട്ട് ഒരു സത്യനാരായണ പൂജ നടത്തണം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഒരു സ്വാമിനെയൊക്കെ വിളിച്ചിട്ട് വീട്ടിൽ ഗംഭീരമായിട്ട് സത്യനാരായണ പൂജ ചെയ്തത് കൊണ്ട് അദ്ദേഹം വലിയൊരു ധനാഢ്യനായിട്ട് മാറിയിട്ട് മാസീകൃതം എല്ലാ മാസവും അദ്ദേഹം സത്യനാരായണ പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് അദ്ദേഹം വലിയൊരു ധനാഢ്യനായിട്ട് മാറിയെന്നാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മനസ്സിലെ അത്രയ്ക്കും വിഷമം ഉണ്ടായത് കൊണ്ട്, ഭഗവാനെ വിളിച്ചത് കൊണ്ട് ഭഗവാൻ അത്രയും പെട്ടെന്ന് ഭഗവാൻ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സറിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കണം, അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒന്നും കാര്യമില്ല. നമുക്ക് എന്താണോ വേണ്ടത് ഭഗവാന്റെ അടുത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലന് എങ്ങനെയാണോ ആ ഓരോ കൊട്ടാരങ്ങളൊക്കെ പണിതു കൊടുത്തത്, അതേപോലെ തന്നെ ആ മഹാവിഷ്ണു ആ ബ്രാഹ്മണനും ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടതായ സകല സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം വലിയൊരു ധനാഢ്യനായിട്ട് മാറുന്നതാണ്. ഇതൊക്കെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഫലങ്ങളും കിട്ടുന്നതാണ്. ഇനി വരുന്നത് ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. ആ സ്വർണ്ണ വ്യാപാരിക്ക് വെച്ചെങ്കിൽ